സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോരില്ലാതെ ഒരു മോരുകറി, അതാണ് നമ്മൾ ചെയ്യുന്നത്. ചോറും കുറച്ച് മോരുകറിയും കുറച്ച് ബീഫ് വരട്ടിയതും ഒരു പപ്പടവും, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ചേരുവകൾ നോക്കാം. ഒരു ചെറുനാരങ്ങയുടെ അത്രയും വലിപ്പത്തിൽ പുളി, ഒരു ഉണ്ട വെളുത്തുള്ളി, ഏകദേശം 15 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും. പിന്നെ അതിൻ്റെ അത്രയും പകുതിയായിട്ട് ചെറിയ ഉള്ളി, 3/4 കപ്പ് തേങ്ങ ചിരവിയത്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, നല്ല ജീരകം, പിന്നെ കുറച്ച് പച്ചരി പൊതിർത്തിയത്, 2-2.5 കപ്പ് വെള്ളം, കുറച്ച് മഞ്ഞൾപ്പൊടി. ആദ്യം നമുക്ക് പുളി നല്ല തിളച്ച വെള്ളത്തിൽ പൊതിർത്തി വെക്കണം. തിളച്ച വെള്ളത്തിൽ പൊതിർത്തിയാൽ പെട്ടെന്ന് പൊതിർന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് നമ്മുടെ പുളി വെള്ളം, ഞാൻ ഈ പുളി പൊതിർത്തിയത് 1 കപ്പ് വെള്ളത്തിലാണ്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ചതച്ചത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ കറിവേപ്പില എത്ര ഇടാൻ പറ്റുമോ അത്ര ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇടുമ്പോൾ കുറേ കറിവേപ്പില അതിൻ്റെ തണ്ട് കെട്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു അറ്റം കെട്ടിയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ തീ ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് തേങ്ങയും അതേപോലെ പച്ചരിയും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ നല്ലപോലെ അരിഞ്ഞിട്ടില്ല കേട്ടോ, നല്ലപോലെ അരിയാൻ പാടില്ല. ഈ ഒരു കറിക്ക് ഒരു ചെറിയൊരു തരിതരിപ്പായിട്ട് അത്ര അരിഞ്ഞാൽ മതി. ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ തേങ്ങ നല്ലപോലെ തിളച്ചിടണം. നമുക്കിതൊന്ന് നമ്മൾ കറി ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചരി അരച്ചത് ചേർത്ത് കൊടുക്കണം. പച്ചരി അരച്ചത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നോക്കുക അത് കറി കറക്റ്റ് തിക്കായിട്ടുണ്ടോ. ഒരുപാട് തിക്കായി പോകാൻ പാടില്ല, ഭയങ്കര ലൂസായി പോകാൻ പാടില്ല. ആ ഒരു തിളക്കുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. തിളച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറുകിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ അരി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയും ചേർക്കാൻ വേണമെങ്കിൽ, പക്ഷേ അരിപ്പൊടിനെക്കാട്ടൊക്കെ ടേസ്റ്റ് ഈ പച്ചരിയാണ്. ഇപ്പോൾ ഇത് നല്ലൊരു ലൂസിലാണുള്ളത്. ഇതിങ്ങനെ തിളക്കും തോറും ഇതിങ്ങനെ ടൈറ്റായി വരും. അരിപ്പൊടി തിളക്കും തോറും ഇതിങ്ങനെ ടൈറ്റായി വരും. പിന്നെ ശരിക്കും ഇതിൻ്റെ കളർ ഒരു മഞ്ഞ കളർ ഉണ്ടാവുക, പക്ഷേ എൻ്റെ കയ്യിലുള്ള പുളി നല്ല ബ്ലാക്ക് കളർ പുളിയാണ്, അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിട്ടിയത്. ഇതിപ്പോൾ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് നമ്മൾ കറി വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും മോരുകറിയും ബീഫും പപ്പടമൊക്കെ കൂട്ടി നിങ്ങളിത് കഴിച്ചോ. ഈ മോരില്ലാത്ത മോരുകറി നമ്മൾ ചൂടൊക്കെ ഒന്ന് ആറി നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു. ബൈ.